ഞങ്ങൾ നോക്കണ സഹോദരനാണ്. എന്നെ സുഖമില്ലാത്ത മോളെയും ഞങ്ങളെയൊക്കെ നോക്കണ സഹോദരനാണ്. ചെറിയ പ്രശ്നങ്ങളുണ്ടില്ലെന്നല്ല, അതെല്ലാവർക്കും ഉള്ളതുപോലെ നമുക്കെല്ലാം അവനക്കും ഉണ്ട് പ്രശ്നം. അതല്ലാതെ ലഹരിക്ക് പോകാൻ ഒരു ചാൻസും ഇല്ല. അന്ന് ഇതിനെ യൂസ് ചെയ്യുന്ന പയ്യന്മാർക്ക് ഇവൻ ഒരു കാരണങ്ങൾ പറഞ്ഞു കൊടുക്കും, യൂസ് ചെയ്യരുത്, തെറ്റാണെന്നൊക്കെ ഇവൻ്റെ അനിയന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഉപയോഗിക്കുന്ന ഒരു ഇതുമില്ല, ഒരു ലഹരിയും ഉപയോഗിക്കില്ല. ഇല്ല 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 ഇല്ല. പക്ഷെ ഇന്ന് വരെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുമില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പിടിച്ചപ്പോഴേ മനസ്സിലായി ഇതാരോ അവനെ ചതിച്ചതാണെന്ന്. പിടിക്കാനുള്ള ഒരു തീരുമാനമാണ്. പിടിച്ച് ഈ MDMA വെച്ച് റിമാൻഡ് ചെയ്യണം, എന്തിനും കോണ്ടാക്ട് എടുക്കണം, കാപ്പ് എടുക്കണമെന്നാണ് തീരുമാനം. ഇനി ഇതിനെപ്പറ്റി ഒരു അന്വേഷണം ഏത് രീതിയിലാണ് ഈ ഒരു കേസ് ഷാജഹാന്റെ മേൽ വന്നതെന്നും ഷാജഹാൻ ജയിലിൽ പോകേണ്ട സാഹചര്യം എന്തെന്നും അന്വേഷിക്കണം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന ഒരു ആപ്തവാക്യം ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. തിരുവനന്തപുരത്താണുള്ളത്. തിരുവനന്തപുരം വള്ളക്കടവിൽ നിന്ന് ഉള്ള ഒരു വാർത്ത. ഒരു നിരപരാധിയെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയിരിക്കുന്നു എന്ന് ഈ കുടുംബം ആരോപിക്കുന്നു. ഈ കുടുംബത്തോട് ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് ഈ ഒരു സംഭവത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്ന്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന് ഒരു വാക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ഇവിടെ പറയട്ടെ. ഇവിടെ ഒരു നിരപരാധിയാണെന്ന് പറയുന്ന ഒരാൾ കള്ളക്കേസിൽ, അത് നമ്മുടെ പോലീസ് സംവിധാനം അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് ഈ ഒരു കുടുംബം ആരോപിക്കുന്നത്. ഒരു നല്ല രീതിയിൽ ജീവിക്കുന്ന, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുടുംബമൊക്കെ നോക്കി നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളെ പോലീസ് കള്ളക്കേസിൽ പെടുത്തിയിരിക്കുന്നത്, അതും ലഹരി കേസിലാണ്. എന്താണ് ഇതിന് സംഭവിച്ചിരിക്കുന്നത്? കഴിഞ്ഞ 8 വർഷത്തിന് മുമ്പ് എൻ്റെ കൊച്ചൊരു ഗ്യാസിനും പോയിട്ടില്ല. ഇപ്പം ഈ കള്ളക്കേസിൽ മെയിനായിട്ടുള്ള ശത്രുക്കൾ കുരുക്കിയതാണ്. 2023 പോലീസ് കള്ളക്കേസിൽ കുരുക്കിയതാണ്. വേറെ ഉള്ള ആൾക്കാരൊക്കെ അതെന്തെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണ് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. ഈ ഒരു പോലീസുകാരൻ ആ പുള്ളി പറഞ്ഞായിരുന്നു ഒരിക്കൽ, ഈ എൻ്റെ സർവീസ് തീരുന്നതിനുള്ളിൽ ഷാജഹാനെ ഞാൻ നിന്നെ ലോക്ക് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അത് വ്യക്തിപരമായിട്ടുള്ള 1-2 ഷാഡോ പോലീസുകാരുള്ള പ്രശ്നം വൈരാഗ്യം തീർക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ്. ഈ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം നിങ്ങൾ അന്വേഷിച്ചു? അപ്പോൾ പറഞ്ഞായിരുന്നു, ഇവിടെ വന്നിട്ട് ഈ വീട്ടിൽ വന്നിട്ട് തന്നെ പറഞ്ഞായിരുന്നു, ഈ തീരദേശത്ത് ഈ നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരു 4-5 പേര് ഈ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞു തരാമെന്ന്. കൊച്ചു പറഞ്ഞു എനിക്കറിയത്തില്ല. ഷാജഹാൻ എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞത് എനിക്കറിയത്തില്ല, നിങ്ങളെന്താ വെച്ചാൽ കണ്ടുപിടിച്ചെടുത്തോ, ഞാൻ അങ്ങനെ ആരും ചെയ്യത്തില്ല സാറേ. എനിക്ക് 2018 ശേഷം ഒരു പ്രശ്നം, ഒരു കുറ്റത്തിന് ഞാനൊന്നും പോയിട്ടില്ല. 2021 ഒരു കേസുണ്ടായിരുന്നു. ആ കേസ് ഞാനായിട്ട് വരുത്തിയതല്ല, എൻ്റെ പേരിലുള്ള ആരോപണം മാത്രം അതൊരു കോശമാക്കി പോയിട്ടുണ്ട്. അല്ലാതെ 2018 എനിക്ക് യാതൊരു പ്രശ്നമോ ഒന്നുമില്ല. ഞാൻ എൻ്റെ ബിസിനസ് നോക്കിക്കൊണ്ട് പോവുകയാണ്. സ്ക്രാപ്പിൻ്റെ പരിപാടിയുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, റെൻറ്റ് കാറിൻ്റെ പരിപാടിയുണ്ട്. ഇത് 3 ചെയ്തുകൊണ്ട് പോവുകയാണ്. അത് ബാക്കിയുള്ളവർക്ക് ദഹിക്കുന്നില്ല, അതായിരിക്കാം. ഇപ്പം ഞാനൊരു പ്രശ്നം ഒന്നിനെ പോയി വീഴാത്തതുകൊണ്ട് എന്നെ മനഃപൂർവ്വം കുരുക്കുകയാണ്. അതുകൊണ്ട് ഒരു വീഡിയോ എടുത്ത് വെച്ച് വന്നത് ഏകദേശം ഒരു 3 മാസത്തോളമാവും. 2 പോലീസുകാരുടെ പേരും അതിൽ പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് എന്നെ എങ്ങാനും MDMA കേസുമായിട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ പോലീസ് തന്നെയാണ്. അല്ല, എനിക്ക് ചെയ്യാമെങ്കിൽ നേരത്തെ ചെയ്യാം ഈ കേസ്, പക്ഷെ ഞാനിത് ചെയ്യത്തില്ല. അതുതന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വീഡിയോയിൽ പറയുന്നത് ഈ ഇപ്പോൾ അറസ്റ്റിലായ ഷാജഹാൻ അല്ലേ, അദ്ദേഹം മാസങ്ങൾക്ക് മുമ്പ് ചിത്രീകരിച്ച അദ്ദേഹം ഒരു കള്ളക്കേസിൽ പെടാൻ സാധ്യതയുണ്ട്. താൻ ഏതെങ്കിലും രീതിയിൽ ഒരു കേസിൽ പെട്ട് അകത്ത് പോയാൽ അതിന് പിന്നിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ഇടപെടൽ അദ്ദേഹം സൂചിപ്പിച്ചുകൊണ്ട് നേരത്തെ തന്നെ വീഡിയോ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഈ ബന്ധുക്കളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങളൊക്കെ വേട്ടയാടപ്പെടുകയാണോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ പറ്റത്തില്ല. ഈ വീട്ടിൽ വരുമ്പോൾ തന്നെ ഇവിടെ ഓരോരുത്തർ ഞങ്ങൾ അവിടെ നോക്കി നിന്നിട്ട് ലോങ് ആരെങ്കിലും ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങളെ വാച്ച് ചെയ്യും. അത് ആരാണ് ഷാഡോ പോലീസ് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊക്കെ ഭീതിയിലാണ്. നിങ്ങളൊക്കെ ഏത് നിമിഷവും പോലീസ് കസ്റ്റഡിയിൽ എടുക്കപ്പെടാം എന്നുള്ള പേടിയിലാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേറെ കേസും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ പോലും ഇങ്ങോട്ട് വരാൻ തന്നെ പേടിയാണ്. കുടുംബ വീടാണ്. എന്നാൽ പോലും നിരന്തരം ഈ വീടിനകത്ത് പോലീസുകാർ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. അവർ പറയണതെന്ന് വെച്ചാൽ എന്താ കാരണമൊന്നുമില്ല. അവർ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് രാത്രി അസമയങ്ങളിലൊക്കെ വന്ന് നിരന്തരം ശല്യം കൊണ്ട് അറിയ തട്ടും, വന്ന് വിളിക്കും. ഈ ഷാജഹാന്റെ കയ്യിൽ നിന്ന് കഞ്ചാവും MDMA ഒക്കെ പിടിച്ചതായിട്ട് മാധ്യമങ്ങളിലെ വാർത്തയൊക്കെ ശ്രദ്ധപ്പെട്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും സംഭവം? തെളിവില്ല, തൊണ്ടിയില്ല.
അത് ഈ പിടിച്ചു എന്ന് പറഞ്ഞത് ഇവർക്ക് ചെയ്യണമെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ഇതിന് ഉള്ള കേസെടുത്ത് നോക്കിയാൽ ഒന്നിൽ പോലും മയക്കുമരുന്ന് പോലുള്ള കേസിൽ അടിപിടി കേസ് ഉണ്ടായിരുന്നു. ഓക്കെ, 2018 ശേഷം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പോയി അറ്റൻഡ് ആയിട്ടില്ല. പക്ഷേ ഈ മയക്കുമരുന്നിൽ ഇത് മനഃപൂർവ്വം പോലീസ് പിടിച്ചതാണ്. പിന്നെ ഗണ്ണുണ്ടെന്ന് ഇവരവിടെ ഒരു 3 പേരുണ്ടായിരുന്നു. ഈ പറയുന്ന മാഹി എന്ന് പറയുന്ന പുള്ളി, വേണു എന്ന് പറയുന്ന പുള്ളി, പൊക്കം ഷാജ എന്ന് പറയുന്ന പുള്ളി. ഈ 3 പേര് അവിടെ നിൽക്കുക. ആഷിഖ് എന്ന് പറയുന്ന ആഷിഖ് എന്ന് പറയുന്ന പയ്യൻ എൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ് ഇക്ക, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുമെന്ന് ചോദിച്ചപ്പോൾ ഇന്നടുത്ത് വന്നാൽ മതി, പൈസ തരാമെന്ന് പറഞ്ഞ് വന്നു. പുള്ളിക്കാരന് വന്ന് ഒരു 10-15 മിനിറ്റ് ആയപ്പോൾ പോലീസുകാർ വന്നു. ഒരു 8-10ഓളം പോലീസുകാർ വന്നു. അകത്ത് കയറി ഡോർ ലോക്ക് ചെയ്ത് ഇവരെ അങ്ങോട്ട് മർദ്ദിക്കാനൊക്കെ തുടങ്ങി. ദേഹത്തൊക്കെ പാടുണ്ടായിരുന്നു. ഞാനിന്ന് പോയി കണ്ടതാണ്. ദേഹത്തൊക്കെ നല്ല രീതിയിൽ പാടുണ്ടായിരുന്നു. നല്ല രീതിയിൽ മർദ്ദിച്ചു. അവിടെ നിന്ന് സാധനങ്ങളൊക്കെ അടിച്ചു പൊട്ടിച്ചു. പൊട്ടിച്ചിട്ട് അവിടെ മൊത്തം 1 ഗ്രാം സാധനം ഒന്നും കിട്ടിയില്ല. ഇവരുടെ കയ്യിൽ കഞ്ചാവും MDMA ഒക്കെ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഇവരുടെ കൈവശം വന്നത്? 1-2 മണിക്കൂറിന് ശേഷം ഒരു പോലീസുകാരൻ കവറിൽ കൊണ്ടുവന്നായിരുന്നു. ഒരു കവർ കൊണ്ടുവന്നായിരുന്നു. എന്നിട്ട് അതിനുശേഷമാണ് ഇവർ അവിടെ നിന്ന് കൊണ്ടുപോയത്. നിങ്ങൾ പറയുന്ന ആദ്യം ഈ വീടൊക്കെ പരിശോധിച്ചു, ഒന്നും കിട്ടിയില്ല. അതിനുശേഷം പോലീസ് ഇത് എത്തിച്ചു കേസിൽ കുടുക്കിയെന്നാണോ ആരോപിക്കുന്നത്? തീർച്ചയായും. അതിൻ്റെ അളവ് നോക്കിയാൽ അറിയാമല്ലോ സാറേ, അതിൻ്റെ അളവ് നോക്കിയാൽ അറിയാമല്ലോ. ഇവർ ഈ പറഞ്ഞ ഇത്രയും വലിയ ഗുണ്ടയാണെങ്കിൽ. കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത ഉണ്ടായി. ഈ തിരുവല്ലം SI ഈ പ്രതിയായിട്ടുള്ള ഷാജഹാനെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചെന്നും അദ്ദേഹം അതിൽ ചില സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുകൾക്ക് ഒക്കെ കിട്ടി അദ്ദേഹത്തിന് എഗൻസ്റ്റ് ആയെന്നൊക്കെ കേട്ടു. നിങ്ങളത് അതിനെ പറ്റിയിട്ട് അറിഞ്ഞിരുന്നോ? അത് ഇന്നലെ ഒരു വീഡിയോ വന്നായിരുന്നു. പുള്ളി പറയുന്ന ഒരു വീഡിയോ വന്നായിരുന്നു. ഒരു 3 മാസം എടുത്ത് മുന്നേ പറഞ്ഞില്ലേ, ആ വീഡിയോ ഇന്നലെയാണ് അത് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അങ്ങനെ ആ വരുന്നത് കൊണ്ട് ഈ പോലീസുകാരനെ വളച്ചൊടിച്ചതാവാം. അതായത് ഇത് പിടിച്ചപ്പോൾ ഉടനെ എടുത്തതായിരിക്കാം. ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് കച്ചവടമുണ്ട് പിടിക്കുമെന്ന് അറിയാത്തതുകൊണ്ട് ഈ വീഡിയോ ഉടനെ തന്നെ എടുത്തതാവാം എന്നുള്ളതുകൊണ്ട് ഈ കേസിനെ വീണ്ടും. അപ്പോൾ മറ്റൊരു കാര്യം ചോദിക്കാം. അപ്പം നിങ്ങൾ ആരോപിക്കുന്നത് പോലെ ഒരുപക്ഷെ ഈ ലഹരി വസ്തുക്കൾ പോലീസ് കൊണ്ടുവച്ചതാകാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈവശം നിന്നും ഈ ലഹരി വിറ്റ് ഉണ്ടാക്കിയതായി പറയുന്ന 65,000 രൂപ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താ പറയുന്നത്? തക്കതായ തെളിവാണ് സ്വന്തം പണയം വെച്ച ഇതാണോ? 1,20,000 രൂപയ്ക്ക് ഇത് സ്വർണം പണയം വെച്ചതാണ്. അല്ല, നടക്കുന്നില്ല. ഒരു 3 ദിവസം, അതായത് പെരുന്നാളിന് ഒരു 3 ദിവസം മുന്നേ. പൈസയാണ് കയ്യിലിരുന്നത്. അതല്ലാതെ ലഹരി വസ്തുക്കൾ വിറ്റ പൈസ ഒന്നും അല്ല. അല്ല, ഇദ്ദേഹത്തിന് ലഹരി വസ്തുക്കൾ വിൽക്കുന്ന അങ്ങനെ എന്തെങ്കിലും അത് ഇഷ്ടമല്ല. ഈ നാട്ടിലെ കൊച്ചു കുട്ടികളുടെ ചോദിച്ചാലേ പറയാം. അത് വെറും ആരോപണങ്ങൾ. ഒരാൾ നല്ല വളർന്നു വരുമ്പോൾ തന്നെ ഇവിടെ എന്താ പറയുക, നമ്മുടെ ആൾക്കാർ ചെറുതായിട്ടൊരു സംഭവം എന്ന് എതിർക്കുന്ന ആൾക്കാരാണ്. അത് എല്ലാ നാട്ടിലും ഉണ്ടാവും. ഇവിടെ നല്ല എല്ലാ നടത്തും ഉണ്ടാവും. പുള്ളി ആവശ്യമില്ലാതെ ആരോപണങ്ങൾ. അപ്പോൾ നിങ്ങൾ ആരോപിക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ നടക്കുന്ന ലഹരി മാഫിയ, അതായത് അവരെ പറ്റിയുള്ള വിവരം കൊടുക്കാത്തതിലുള്ള വൈരാഗ്യമാണ് ഇദ്ദേഹത്തിന് കള്ളക്കേസിൽ കൊടുക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്? തീർച്ചയായിട്ടും. അങ്ങനെ ചെയ്യുന്നവർ പിടിക്കട്ടെ, ശിക്ഷിക്കണം. അങ്ങനെ ചെയ്യുന്നവർ ഈ മയക്കുമരുന്ന് MDMA പോലുള്ളവർ, കാരണം അവർ സ്വയം ലാഭത്തിന് വേണ്ടി ബാക്കിയുള്ള കുടുംബത്തിലുള്ള ആൾക്കാരാണ് ഇല്ലാതാക്കുന്നത്. ചിലപ്പോൾ ഒരു കുടുംബത്തിൽ അത്താണിയായിരിക്കും അവർ ഈ ഒരു MDMA കൊടുത്തവർ ഇല്ലാതാക്കുന്നത്. അങ്ങനെയുള്ള പൈസ ഈ വീട്ടിൽ ആ പുള്ളിക്കാരൻ കൊണ്ടുവരത്തില്ല. അങ്ങനെയുള്ള യാതൊരു കൂട്ടം നിൽക്കുന്നില്ല എന്നുള്ളത് എനിക്ക് നല്ല രീതിയിൽ ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പുള്ളി എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണം എന്നുള്ളവരെ ഞാനും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത്. ഭയമുണ്ടോ ഇപ്പോൾ ഈ കേസിൽ ഇടപെടുന്നു? തീർച്ചയായും ഭയം ഉണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ MDMA പിടിക്കാനായിട്ട് പറയുന്നതനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരെല്ലാം പോലീസ് കേസിൽപ്പെടുത്തുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഒരു അടുത്ത് ബൈക്ക് വെച്ചിട്ട് പോയി. ഇപ്പോൾ കേരളം തിരിച്ചു വരുന്നതിനുള്ള ഒരു 5 ഗ്രാം സാധനം അത് വെച്ചിട്ട് പിടിക്കാന്നല്ലേ ഉള്ളൂ. ഇന്നത്തെ സിറ്റുവേഷൻ അതല്ലേ. ഇത് MDMA ഉപയോഗിക്കുന്നവരെ പിടിക്കട്ടെ, അല്ല ബാക്കി നിരപരാധികളെ പിടിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഈ 28-ാം തീയതി നിങ്ങളെ വീട്ടിൽ പോലീസ് എത്തിയെന്നാണ്. നിങ്ങളുണ്ടായിരുന്നു അവിടെ? ഉണ്ടായിരുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? വന്ന് എത്ര പോലീസുകാരാണ് അവിടെ എത്തിയത്? 10-15 പേരുണ്ട്. 10-15 പോലീസുകാരും എത്തി. ഈ സാധനം അത്രയും വലിച്ചു വാരിയിട്ട് മുഴുവൻ വലിച്ചു വാരിയിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സഹോദരൻ. ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന പിടിച്ചിണ നിരന്തരം ഇങ്ങോട്ട് വരാനുണ്ട് സാറേ. ഇവിടെ ഞങ്ങൾ നോക്കണ സഹോദരനാണ്. എന്നെ സുഖമില്ലാത്ത മോളെയും ഞങ്ങളെയൊക്കെ നോക്കണ സഹോദരനാണ്. ഈ സാധനം കംപ്ലീറ്റ് വലിച്ചായിട്ട് നോക്കി ഒന്നും കിട്ടിയില്ല അവരുടെ കയ്യിൽ. കിട്ടാത്തത് ഞാൻ, എൻ്റെ സഹോദരനും 2 കൂട്ടുകാരും പിന്നെ ഈ പറഞ്ഞ ആളും വന്ന് പൈസയ്ക്ക് വേണ്ടി മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി വന്ന
സ്ത്രീകളായിട്ട് നിങ്ങളെ കൂടാതെ ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ? ഞാൻ അപ്പുറത്തുള്ളൊരു ഫാമിലി ഉണ്ടായിരുന്നു. വനിതാ പോലീസ് ഉണ്ടായിരുന്നോ? ഇല്ല. പോലീസ് പരിശോധന നടത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. എന്താണ് ഈ സംഭവത്തെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇത് കള്ളക്കേസാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്ത് കേസുണ്ടെന്ന് പറഞ്ഞിരുന്നാലും എൻ്റെ സഹോദരൻ ഈ ഒരു MDM കേസിലോട്ട് പോകില്ല. നല്ല ഉറപ്പുണ്ട്, ആ കാര്യത്തിൽ 100% ഉറപ്പുണ്ട്. അത് ഈ നമ്മുടെ നാട്ടിൽ ആരെടുത്ത് ചോദിച്ചാലും പറയും ഇതിനെതിരാണ്. ഇത് ഷാജഹാൻ കസ്റ്റഡിയിലെടുത്തു, അദ്ദേഹം റിമാൻഡിലാണ്. എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ പറയാനുള്ളത്? ഇത് എൻ്റെ സഹോദരൻ ഇതിലില്ലെന്ന് 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇതിനെതിരാണ്, ഞങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്നതാണ്. എല്ലാവരുടെ അടുത്ത് ചോദിച്ചാലും അറിയാൻ പറ്റും. ഷാജഹാൻ എന്ന വ്യക്തിയെ സ്നേഹിക്കുന്ന എല്ലാവരുടെ അടുത്തും ചോദിച്ചാലും ഷാജഹാനെ പറ്റി പറഞ്ഞു ഇല്ല. ഈ കച്ചവടം ചെയ്യുന്നവരെയും എതിരാണ്. അത് ചെയ്യാനായിട്ട് എന്തായാലും കൂട്ടു നിൽക്കുകയില്ല, ആ കച്ചവടത്തിനോട്ട് ഇറങ്ങിയില്ലെന്ന് 100% ഉറപ്പുണ്ട്. എൻ്റെ പേര് ഷാജഹാൻ എന്നാണ്. സംഭവം ഇന്നലെ ഒരു കാര്യം എൻ്റെ കാലിലെത്തിയായിരുന്നു. ഇതേപോലെ സിറ്റി ഷാഡോ പോലീസും പിന്നെ DCP ആയിട്ട് ഇതാക്കിയിട്ട് എൻ്റെ പേരിൽ ഇല്ലാത്ത കേസ് വെച്ച് എന്നെ പിടിക്കാനുള്ള ഒരു തീരുമാനമാണ്. പിടിച്ച് ഈ MDM വെച്ച് റിമാൻഡ് ചെയ്യണം, എന്നിട്ട് ഗുണ്ടാക്കി എടുക്കണം, കാപ്പ എടുക്കണമെന്നാണ് തീരുമാനം. ഇങ്ങനെ ഈ 21-ാം തീയതി വീഡിയോ എടുക്കാൻ കാരണം എന്നെ എന്തെങ്കിലും പിടിക്കുകയാണെങ്കിൽ ഞാൻ ഈ കേസ് ഞാൻ MDM കച്ചവടമോ കഞ്ചാവ് കച്ചവടമോ എന്നെങ്കിൽ എനിക്ക് ആക്രി കച്ചവടമോ വേറെ ഒരു പരിപാടിയിൽ 7-8 വർഷം കൊണ്ട് വേറെ പ്രത്യേകിച്ച് കേസും കാര്യമൊന്നും ചെയ്താൽ ഈ പോലീസുകാരൊക്കെ ഞാൻ പ്രതികളെ പിടിച്ചു കൊടുക്കാത്തതുകൊണ്ടും പ്രതികളെ ഇട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് എന്നെ ഈ കേസിൽ എടുക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വീഡിയോ എടുത്ത് വയ്ക്കുന്നത് അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും എന്നെ പിടിച്ചിട്ട് ഇതുപോലെ ഒരു MDM കേസ് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണണം, എന്നിട്ട് എനിക്ക് എൻ്റെ സഹായം ചെയ്തു തരണം. ഈ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങൾ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു. ഒരാൾ തന്നെ കള്ളക്കേസിൽ പോലീസ് കൊടുക്കാൻ സാധ്യതയുണ്ടെന്നും അത്തരത്തിൽ തന്നെ കേസിൽ കുടുക്കിയാൽ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൈമാറിയിരുന്നു. നിങ്ങളാണല്ലോ അദ്ദേഹം എന്നാണ് ആ വീഡിയോ എടുത്തത്? അത് 3 മാസം 3 മാസങ്ങൾക്ക് മുമ്പേ. അദ്ദേഹം പറഞ്ഞിരുന്നോ അതുപോലെ എന്തെങ്കിലും കേസിൽ കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. എന്താണ് കാര്യങ്ങളൊക്കെ? അത് പോലീസുകാർക്ക് ഭയങ്കര വൈരാഗ്യമുണ്ട് ഇക്കാൻ്റെ അടുത്ത്, അതാണ് പറഞ്ഞത്. ഇല്ല. ഈ സംഭവം നടന്ന ദിവസം എന്താ ഉണ്ടായത്? നിങ്ങൾ വീട്ടിൽ ഉണ്ടായിരുന്നോ? അത് പെരുന്നാൾക്ക് ആഹാരം കഴിച്ചിട്ടാണ് പോയത്. പോയതിനു ശേഷമാണ് രാത്രി പിടിക്കണമെന്ന് പറഞ്ഞത്. ആണ്. അങ്ങനെ ആര് ലഹരി ചെയ്താലും ഒക്കെ പറയും ചെയ്യല്ലേ എന്ന് എല്ലാവരുടെ അടുത്തും പറയും. അപ്പോൾ ഈ ലഹരിക്ക് എതിരായി പ്രവർത്തിക്കുന്ന ഒരു ആളായിരുന്നു ഷാജഹാൻ എന്നാണ് ഈ കുടുംബം പറയുന്നത്. എന്നാൽ അത്തരത്തിൽ പ്രവർത്തിച്ചിരുന്ന ഷാജഹാനെ തന്നെ ലഹരി കേസിൽ ഉൾപ്പെടുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഈ കുടുംബം പറയുന്നത്. കുടുംബം ഈ ഒരു വിഷയം ചൂണ്ടിക്കാട്ടി നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. എന്നാൽ കുടുംബത്തിലെ പല ആളുകളും സ്ത്രീകളടക്കമുള്ളവർ ഭീതിയിലാണ്. ഇത്തരത്തിൽ പോലീസിനെതിരായി ഉള്ള നിയമ നടപടികൾക്ക് പോയാൽ തങ്ങളെ കള്ളക്കേസിൽ കൊടുക്കുമെന്നുള്ളൊരു ഭീതി ഇവർക്ക് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. എന്താണ് സംഭവിച്ചത് അന്നത്തെ ദിവസം രാത്രി? നിങ്ങൾ എന്താണ് കണ്ടത്? ഒരു 10:30 ആയപ്പോഴത്തേക്ക് 2 വണ്ടി പോലീസ് വരികയും പിന്നെ കുറേ പോലീസ് വീടിന് ചുറ്റും വളഞ്ഞു നിൽക്കുകയും അങ്ങനെ ബഹളം കേട്ട് ഞങ്ങൾ പോയി ചെന്നപ്പോഴത്തേക്ക് ഷാജഹാനെ ഉപദ്രവിക്കുന്നത് കണ്ടു. അത് പോലീസാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? പോലീസാണെന്ന് നമുക്ക് മനസ്സിലായി. ഡ്രസ്സിലും യൂണിഫോമിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയതിന് ശേഷം ഒരുപാട് പോലീസുമായിട്ട് വന്ന് അകത്ത് കയറിയപ്പോഴത്തേക്ക് ഒരു പോലീസ് കവറും കൊണ്ട് അകത്തോട്ട് കയറി. അതിനുശേഷം ക്രൂരമായി തന്നെ മർദ്ദിച്ചത്. എല്ലാവരും നല്ല മറിച്ച് ക്രൂരമായി തന്നെ മർദ്ദിച്ചത്. അപ്പോഴാണോ ഈ പോലീസുകാരൻ കവറും കൊണ്ടുവന്നത്, അല്ലാതെ കുറച്ച് കഴിഞ്ഞിട്ടാണോ വന്നത്? എപ്പോഴാണ് വന്നത് ഈ പോലീസുകാരെ? കുറേ കഴിഞ്ഞിട്ട്. അപ്പോൾ ആദ്യം അവിടെ അന്വേഷിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ലായിരുന്നു സാധനം? കിട്ടാത്തതുകൊണ്ട് രണ്ടാമതാണ് ഒരു പുള്ളിക്ക് വന്നതല്ലേ, ഒരു പോലീസുകാരൻ. എന്നിട്ട് ഈ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും പോയായിരുന്നു. നിങ്ങൾക്ക് എന്താണ് ഷാജഹാനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചാൽ നിങ്ങളെന്താണ് അഭിപ്രായം പുള്ളിയെക്കുറിച്ച്? ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയാൻ നല്ലൊരു മോനാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല. നമ്മൾ 2 വർഷമായി ചേട്ടൻ ഇവിടെ വന്ന് താമസിക്കുന്നു. നമ്മൾ ഇന്നേ വരെ ചേട്ടനെ പറ്റി ഇങ്ങനെയൊക്കെ ഒന്നും കേട്ടിട്ടില്ല.
ഈ കഴിഞ്ഞ ദിവസം ഷാജഹാൻ എന്നൊരു വ്യക്തി ഇവിടെ നിന്നും ലഹരി വിൽപ്പന നടത്തിയതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഷാജഹാൻ അറിയോ? പറയാം. അദ്ദേഹത്തിന് ലഹരി കച്ചവടം ഉള്ളതായിട്ട് അറിയോ? അങ്ങനെയായിട്ട് ഒരു ഇത് നമുക്ക് ഇതുവരെ കണ്ടിട്ടോ നമ്മളില്ല. നമ്മൾക്ക് മെനിയാൻ 4-3 ദിവസം മുമ്പ് നമ്മൾ കണ്ട് ഈദുൽ മുബാറക്ക് വിഷുവൊക്കെ ചെയ്ത് പോയ പാർട്ടിയാണ്. വണ്ടിയിൽ പോയപ്പോൾ ഞങ്ങളെ കണ്ട് കാക്കാന്ന് വിളിച്ച് വിഷു ചെയ്ത് പോയ പാർട്ടിയാണ്. നമുക്ക് ഇന്നുവരെ നമുക്ക് ഈ ലഹരി ഇതായിട്ട് ബന്ധമുള്ളതായിട്ട് നമുക്ക് ഇതുവരെ അവനെ കണ്ടിട്ടോ കേട്ടോ നമ്മളില്ല. ഷാജഹാൻ ലഹരി കേസിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അതൊരു കള്ളക്കേസാണ്. പോലീസ് അദ്ദേഹത്തെ കുടുക്കിയെന്നൊക്കെ പറയുന്നത്. എന്താണ് പറയുന്നത്? അങ്ങനെ പോകുന്ന പോയിൻ്റല്ല അത്. പക്ഷേ അടിപിടി ആയിട്ടുള്ള ഈ മയക്കുമരുന്ന് ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. ആ കേസിൽ കെട്ടിച്ചമച്ചതായിട്ടാണ് തോന്നുന്നത്. സത്യം അങ്ങനെ കാണാൻ നമ്മൾ ഇതുവരെ ഇതിനു മുമ്പേ കണ്ടിട്ടൊന്നുമില്ല. ഈ കെട്ടിച്ചമച്ചതാണത്. കാരണം പുള്ളിക്കാരനെ സംബന്ധിച്ചുള്ളൊന്നും ആ ഒരു രീതിയിലുള്ള പുള്ളിക്കാരനല്ല. ചെറിയ വിഷയങ്ങൾക്കെല്ലാം ബന്ധപ്പെട്ട് എന്തെങ്കിലെല്ലാം അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. എല്ലാവർക്കും ഏകദേശമുള്ള 99% പേർക്കും അറിയാവുന്നൊരു വ്യക്തിയാണ് ഷാജഹാൻ എന്നുള്ളത്. പക്ഷെ പുള്ളി ഇത് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അല്ലാതെ പുള്ളി അങ്ങനെയാണെങ്കിൽ പുള്ളി ഈ ഭാഗത്തെല്ലാം അവിടെ ഈ തിരുവല്ലത്തുകൊണ്ട് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. പുള്ളിക്ക് അവിടെ പോയി ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നിന്ന് തന്നെ പുള്ളിക്ക് ബേസുള്ള സ്ഥലമാണ് ഈ വള്ളക്കടവ് എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ചെയ്യേണ്ടതുണ്ട്. ഞങ്ങൾ പരിപൂർണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കില്ല. ഈ സംഭവിച്ചതെന്ന് വെച്ചാൽ പുള്ളിയെ മനഃപൂർവ്വം അവരെ വിട്ടുകൊടുത്തതാണ്. തലമുറയെ നശിപ്പിക്കുന്ന വലിയ ലഹരി ഉൽപ്പന്നം വിറ്റ കേസിലാണ് ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത്. എന്താണ് അതിനെ പറ്റി? ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഒരിക്കലും അവൻ ചെയ്യില്ല. അവനക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള കൊച്ചു സഹോദരങ്ങളാണ്, അത് അനിയന്മാരാണ് പ്രായം തന്നത്. ഒരിക്കലും അവൻ ചെയ്യാൻ സംഭവിക്കില്ല. അവരെ എതിർത്തുകൊണ്ട് നിൽക്കുകയുള്ളൂ. അവൻ ചെയ്യണമെങ്കിലും അവൻ വഴക്ക് പറഞ്ഞ് അടി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരിക്കലും ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. ഇത് കെട്ടിച്ചമച്ചത് തന്നെയാണ്, ഉറപ്പായും ചമച്ചത് തന്നെയാണ്. അവൻ ചെയ്യില്ല. അത്ര സഹകരണമുള്ളൂ. ഇതിനൊക്കെ എതിരെ നിൽക്കുന്നവരും കൂടെയാണ്. നമുക്കറിയുന്നുള്ളൂ. നമ്മൾ കൊച്ചിലെ കണ്ടു വളർന്നതാണ്. നമ്മൾ സുഹൃത്താണ്, ബെസ്റ്റ് ഫ്രണ്ട്. നമുക്കറിയാം. അത്രയ്ക്ക് നല്ലൊരു മനസ്സിൻ്റെ ഒരുവിടെ ഭയങ്കരമാണ്. ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നല്ല. അതെല്ലാവർക്കും ഉള്ളതുപോലെ നമ്മളെല്ലാം അവനക്കും ഉണ്ട് പ്രശ്നം. അതല്ലാതെ ലഹരിക്ക് പോകാൻ ഒരു ചാൻസും ഇല്ല. കേസിൽ അബദ്ധം പറ്റിയതാണ് ഒരു കൊലക്കേസ്, അല്ലാതെ വേറെ ക്രിമിനൽ കേസ് അങ്ങനെയുള്ള ഒരു ഇതുമില്ല. മുമ്പോട്ട് ഇപ്പോൾ ഇവിടെ ലഹരി കേസിൽ, അതായത് MDMA അടക്കമുള്ള, കഞ്ചാവ് അടക്കമുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള സാധനങ്ങളടക്കം ഷാജഹാൻ പോലീസിന്റെ കസ്റ്റഡിയിലായി. എന്താണ് അതിനെപ്പറ്റി പ്രതികരിക്കുക? അതിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. ഒരു കാരണവശാലും അതിനോട് വിശ്വസിക്കാൻ പറ്റൂല. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വ്യക്തിയല്ല അത്. മയക്കുമരുന്നിന് വിട്ട് പോണ ഒരു വ്യക്തി ഉപയോഗിക്കുന്ന ഒരു ഇതുമില്ല. ഒരു ലഹരിയും ഉപയോഗിക്കില്ല. ഇല്ല. അങ്ങനെ ഇവിടെ എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് നമുക്ക് ലഹരി പാർട്ടിയിൽ പങ്കെടുക്കുന്നുള്ള കാര്യം അറിയില്ല. നമ്മളൊരു സഹോദരനും കൂടെയാണ്. അതുകൊണ്ട് യാതൊരു ഇല്ല അങ്ങനെ ഒരു ഡീലിങ്ങും ഇല്ല. അങ്ങനെയുള്ള ഒരു ഇതും ഇല്ല. ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ താങ്കൾക്ക് എന്താണ് വിശ്വസിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആ പുള്ളിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന തൊട്ട് അയൽവാസിയാണ്. തൊട്ട് എൻ്റെ വീണ്ടും ഫ്രണ്ടിലാണ് താമസിക്കുന്നത്. പുള്ളിക്ക് പറഞ്ഞ കണക്ക് അടിപിടി കേസും അതൊക്കെ ഉള്ളത്. പക്ഷേ ഈ കേസ് പുള്ളി നിരപരാധിയാണ്. ഇതിൽ പുള്ളി എടുത്ത് ഇട്ടതാണ്, വേറെ ഒന്നും. ഇതെല്ലാവർക്കും അറിയാവുന്ന കേസാണ്. പുള്ളി അത്രയ്ക്ക് നല്ല ഈ രീതി ഇവിടെ യൂസ് ചെയ്യുന്ന പയ്യന്മാരെ ഇപ്പം വഴക്ക് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ഉപയോഗിക്കരുത്, തെറ്റാണെന്ന്. ഇതിൽ ഈ സാധനം യൂസ് ചെയ്യുന്നില്ല, വിൽക്കുന്നില്ല, അത് നമുക്ക് അറിയാവുന്ന കേസാണ്. അദ്ദേഹം നിരപരാധിയാണെങ്കിൽ നിങ്ങളൊരു നാട്ടുകാരും അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ആണല്ലോ, നിങ്ങൾ ഏത് തരത്തിൽ ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതികരണം അറിയിക്കും? ഇത് ഞങ്ങൾ ശക്തമായി പ്രതികരിക്കുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. നാട്ടുകാർക്ക് എല്ലാം അറിയാവുന്നതാണ്. ഈ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, അത് നമുക്ക് ഉറപ്പാണ്. ഇവിടെ കൂട്ടുകാരന്മാർക്കും സഹോദരന്മാർക്കും എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. ഇത് വെറുതെ പോലീസിന് പബ്ലിസിറ്റിക്ക് വേണ്ടി പിടിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ വേറെ ഇതുമായിട്ടൊരു ബന്ധവുമില്ല, ലഹരിയുമായിട്ടുള്ള ബന്ധവുമില്ല അവനക്ക് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ സാധനം മദ്യപിക്കും, പക്ഷേ ഈ സാധനമൊന്നും മദ്യപിക്കും, അതൊക്കെ അറിയാം. കച്ചവടവും ഇല്ല, ഒന്നുമില്ല. അതിന് ഇതിനെ യൂസ് ചെയ്യുന്ന പയ്യന്മാർക്ക് ഇവനൊരു കാരണങ്ങൾ പറഞ്ഞു കൊടുക്കും, യൂസ് ചെയ്യരുത്, തെറ്റാണെന്നൊക്കെ ഇവൻ്റെ അനിയന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഓരോ പ്രദേശത്തും ഓരോ ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് ചെറുപ്പക്കാരുടെ ഹലോ, ഈ ഷാജഹാൻ എന്ന് പറഞ്ഞ വ്യക്തി അറിയോ? അറിയാം. ഓക്കെ, അദ്ദേഹം ലഹരി കച്ചവടക്കാരനായി ഞങ്ങൾക്ക് തോന്നല്ല. അത് ഇല്ല, ഞങ്ങൾക്ക് തോന്നല്ല ലഹരി കച്ചവടം ചെയ്യുന്ന ആളാണ്. പതിവായിട്ട് അദ്ദേഹത്തിനെ കാണുന്നതാണ്. പിന്നെ ഒരു ചേട്ടൻ്റെ സ്ഥാനമുള്ള ആളാണ് ഷാജഹാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഭവം അറിഞ്ഞപ്പോൾ ഞെട്ടലുണ്ടായോ? പിന്നെ കാരണം ഇവരൊന്നും ഈ ഒരു ഫീൽഡിലുള്ള ആൾക്കാരൊന്നും അല്ല. കാരണം അവർക്ക് ഇത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവർ പറഞ്ഞത് തന്നെ ഇതൊന്നും ചെയ്യാതിരിക്കാനാണ് നമ്മളുടെ തന്നെ. അവന് ആവശ്യമൊന്നും ഒട്ടും ഒരു കാര്യമില്ല. എന്തായാലും കാരണം നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് പരിസരവാസി ഒരു ഷാജഹാൻ അറിയാം. ലഹരി കച്ചവടത്തിന് ഇപ്പോൾ അകത്തായി MDMA അടക്കമുള്ള ലഹരി വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുന്നു.
നിങ്ങൾ ഈ കാര്യം അറിഞ്ഞായിരുന്നോ? ഞങ്ങൾ അറിഞ്ഞു, പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. നാട്ടിന് നല്ലവനാവേ. ബന്ധുവൊന്നുമല്ല, ഞങ്ങൾ അയൽവാസികളാണ്. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ജോലിക്കൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ദുശീലം ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ള അല്ല. പിന്നെ പണ്ട് കാലത്തൊക്കെ ചെറിയ അടിപിടിയൊക്കെ പോകും. അല്ലാതെ ഇപ്പം നല്ലൊരു ഇത് നാട്ടുകാർക്കൊരു കാര്യമാണ് അവനെ സംബന്ധിച്ചോളം. പക്ഷെ ഇത് ആരോ കരുതിക്കൂട്ടി ഇല്ല, ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം ഇത് ആരോ കരുതിക്കൂട്ടി ചതിച്ചത് അവനാണ്. അല്ലാതെ അങ്ങനെ ഒരു ചെയ്യുന്ന സ്വഭാവം ഇല്ല അവനക്ക്. എന്തായാലും നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഏകദേശം പേർക്ക് അറിയാം. പക്ഷേ ഈ വള്ളക്കടവ് മൊത്തം അറിയാം അങ്ങനെ ചെയ്യുന്നവനല്ല. നാട്ടിന് ഉപകാരം മാത്രമേ അവനെ കൊണ്ട് ചെയ്തിട്ടുള്ളൂ. ഇത് ആരോ അവനെ കരുതിക്കൂട്ടി ചതിച്ചതാണ്. ഇതാരോ എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ അവന് ചതിക്കില്ല. കാരണം നാട്ടുകാർക്ക് നല്ലത് ചെയ്യുമ്പം എന്തായാലും അത് അവനെ ചതിക്കാനുള്ള നോക്കും. അത് ചെയ്തതാണിത്. അങ്ങനെ ചെയ്യുന്ന സ്വഭാവം ഉള്ളതുമല്ല. ഞാൻ ഇതുവഴി പോകുമ്പോൾ പലപ്പോഴും കണ്ടുണ്ട്. അത്താന്ന് വിളിക്കും, പൊട്ടാന്ന് ചോദിക്കും, അങ്ങനെ പോകുന്നതാണ്. പക്ഷെ ഇന്ന് വരെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുമില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പിടിച്ചപ്പോഴേ മനസ്സിലായി ഇതാരോ അവനെ ചതിച്ചതാണെന്ന്. ഏതായാലും ഷാജഹാൻ നിരപരാധിയാണെന്ന് പറഞ്ഞതിന് പിന്നാലെ ഞങ്ങൾ ഒരു അന്വേഷണം നടത്തുകയുണ്ടായി. ഇവിടെയുള്ള പ്രദേശവാസികൾ, പരിസരവാസികളോടൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു. പക്ഷേ ഇനിയും ചിലരോടൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ആരും ഷാജഹാനെ പറ്റി, ഷാജഹാൻ ലഹരി കച്ചവടത്തിൻ്റെ കണ്ണിയാണെന്നൊന്നും ആർക്കും അറിയാൻ കഴിയുന്നില്ല. അവരാരും വിശ്വസിക്കുന്നില്ല. ഷാജഹാനെ കരുതിക്കൂട്ടി ഇത്തരത്തിലൊരു കേസിൽ പെടുത്തിയതാണെന്ന് പറയുന്നു. മറ്റു ചിലരുടെ പ്രതികരണം കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഇവിടെ ഈ നിങ്ങളുടെ പ്രദേശവാസിയാണ് ഷാജഹാൻ ഒരു ലഹരി കേസിൽ അറിഞ്ഞായിരുന്നു. ടി വിയിലും ഫോണിൽ. ഇല്ല, നമുക്കറിയത്തില്ല. ഇത് ആദ്യമായിട്ടാണ്. അടിപിടി കേസിലൊക്കെ പിടിച്ചതായിട്ട് അറിവുള്ളൂ. ഇത് ആദ്യമായിട്ടാണ്. മുമ്പാണ്, കുറേ നാൾ മുമ്പാണ് ഇത് കേട്ടപ്പോൾ. നല്ല രീതിയിൽ ജീവിക്കുന്നു, രീതിയിലാണ് ജീവിക്കണത്. നമ്മളെ അയൽവാസിയല്ലേ, നമുക്കറിയാമല്ലോ. അങ്ങനെയൊന്നും പോണ പയ്യനല്ല. അത് പാവമാണ്. നമുക്ക് കുറേ കാലം കൊണ്ടേ അവനറിയാം. അങ്ങനെ ഇതുവരെ നമ്മൾ കേട്ടിട്ടുമില്ല. ഇപ്പോൾ നമുക്ക് കേട്ടപ്പം തന്നെ അത്ഭുതം പോലെ തോന്നുന്നു. കേരള പോലീസിനോട് പറയാനുള്ളത്, അല്ലെങ്കിൽ പോലീസ് അധികാരികളോട്, ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ പറയാനുള്ളത്, ഈ ഷാജഹാൻ എന്ന വ്യക്തി, അദ്ദേഹം ഒരു ലഹരി കച്ചവടം നടത്തുന്ന ആളായിട്ട് ഞങ്ങളുടെ അന്വേഷണത്തിലൊന്നും ഇവിടെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഈ പരിസരത്തൊക്കെ എത്തി ഇവരുടെ ബന്ധുക്കളും നാട്ടുകാരോടൊക്കെ അന്വേഷിച്ചു. ഇനി ഇതിനെപ്പറ്റി ഒരു അന്വേഷണം, ഏത് രീതിയിലാണ് ഈ ഒരു കേസ് ഷാജഹാൻ്റെ മേൽ വന്നതെന്നും ഷാജഹാൻ ജയിലിൽ പോകേണ്ട സാഹചര്യം എന്തെന്നും അന്വേഷിക്കണം. അന്വേഷിച്ച് എത്രയും വേഗം തന്നെ ഈ ഒരു കുടുംബത്തിന്, ഷാജഹാൻ്റെ കുടുംബം ഒരു നീതി ലഭിക്കാനായി ഒരു നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. അവർക്ക് നീതി ലഭിക്കണം എന്നാണ് പറയാനുള്ളത്. ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.